ഹായ് ഓൾ, ഏണസ്റ്റ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിലൂടെ നമ്മളൊരു നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് ആണ് നോക്കുന്നത്. ഓവർസിയർ ഗ്രേഡ് 3 വാട്ടർ അതോറിറ്റി ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള ഓവർസിയർ ഗ്രേഡ് 3 പോസ്റ്റിലേക്കുള്ള ഒരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. ഓക്കെ, ഇത് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ്, ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് 4/6/2025 ആണ്. അപ്പോൾ ഇത് ആർക്കൊക്കെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കിയാൽ പ്രത്യേകം അവർ പറഞ്ഞിട്ടുണ്ട്, ഓൺലി ക്വാളിഫൈഡ് ഇൻ സർവീസ് പേഴ്സണൽ വർക്കിംഗ് ഇൻ കേരള വാട്ടർ അതോറിറ്റി. കേരള വാട്ടർ അതോറിറ്റിയിൽ വർക്ക് ചെയ്യുന്നവർക്ക് മാത്രം അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു നോട്ടിഫിക്കേഷനാണ് ഇതെന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് വഴിയെ നോക്കാം. എന്തായാലും കാറ്റഗറി നമ്പർ നിങ്ങൾ ശ്രദ്ധിക്കുക, 20/2025 ആണ്. നെയിം ഓഫ് ദ ഫേം നമ്മൾ പറഞ്ഞു വാട്ടർ അതോറിറ്റിയാണ്. നെയിം ഓഫ് ദ പോസ്റ്റ് ഓവർസിയർ ഗ്രേഡ് 3 ആണ്. സ്കെയിൽ ഓഫ് പേ 27,200 മുതൽ 73,600 വരെയുള്ള സ്കെയിൽ ഓഫ് പേ ആണ്. നമ്പർ ഓഫ് വേക്കൻസീസ് 37 വേക്കൻസീസ് ആണ് നിലവിൽ ഉള്ളത്. അപ്പോൾ ഇത് നേരത്തെ പറഞ്ഞ പോലെ ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് പറയുന്നത് ബൈ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് ഫ്രം ക്വാളിഫൈഡ് ഇൻ സർവീസ് പേഴ്സണൽ വർക്കിംഗ് ഇൻ കേരള വാട്ടർ അതോറിറ്റി. അതായത് ഡിപ്പാർട്ട്മെൻറ്റുകൾ പറയുന്നുണ്ട്, അഡ്മിനിസ്ട്രേറ്റീവ് അല്ലെങ്കിൽ മിനിസ്ട്രിയൽ ആൻഡ് ലാസ്റ്റ് ഗ്രേഡ്. ഈ ഡിപ്പാർട്ട്മെൻറ്റുകളുള്ള ആൾക്കാർക്ക് മിനിമം എന്ത് വേണം, 3 ഇയർ എക്സ്പീരിയൻസും വേണം. മിനിമം 3 ഇയർ എക്സ്പീരിയൻസും ഉള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു എക്സാമിലേക്ക് അല്ലെങ്കിൽ ഒരു നോട്ടിഫിക്കേഷന് അല്ലെങ്കിൽ ഒരു എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യാൻ പറ്റും. അതുപോലെ ശ്രദ്ധിക്കുക, ഇവർ പറയുന്നുണ്ട് ഇൻ ദ ആബ്സെൻസ് ഓഫ് എലിജിബിൾ കാൻഡിഡേറ്റ്സ്, അതായത് മേൽ പറയുന്ന യോഗ്യത വെച്ചിട്ട് ഉള്ള ആൾക്കാർ എലിജിബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ കിട്ടിയില്ലെങ്കിൽ ഈ വേക്കൻസീസ് എങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നത്? ദീസ് വേക്കൻസീസ് വിൽ ബി ഫിൽഡ് അപ്പ് ഫ്രം ദ റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർഡ് ഫോർ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ടു ദ എബവ് പോസ്റ്റ്. അപ്പോൾ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ഈ ഒരു പോസ്റ്റിലേക്കുള്ളത് ഓൾറെഡി വിളിച്ചിരുന്നു. നിങ്ങൾ അപ്ലൈ ചെയ്ത് കാണും, യോഗ്യതയൊക്കെ ഉള്ളവർ അപ്ലൈ ചെയ്ത് കാണും. വളരെ നല്ല വേക്കൻസി ഉള്ള 1000-ൽ പരം അഡ്വൈസുകൾ പോയ നല്ല നമ്പർ ഓഫ് വേക്കൻസീസ് ഉള്ളൊരു പോസ്റ്റാണ് ഇതെന്നുള്ളത് ഓർക്കുക. അപ്പോൾ എന്തായാലും ഈ പറയുന്ന യോഗ്യത ഇല്ലെങ്കിൽ ആ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റിൻ്റെ ആ ഒരു പ്രോസസ്സിലായിരിക്കും ആൾക്കാരെ എടുക്കുന്നതെന്നുള്ള കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ എന്തായാലും ഇതിൽ കുറേ റിസർവേഷൻസ്, ഏജ് റിലാക്സേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വരുന്നില്ല. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഏജ് ലിമിറ്റ് പറയുന്നത് 18 മുതൽ 50 വരെയുള്ള ഏജ് ലിമിറ്റാണ് പറയുന്നത്. ഓക്കെ, ഇൻ സർവീസ് പേഴ്സണലിനുള്ളതായതുകൊണ്ട് തന്നെ 18 മുതൽ 50 വയസ്സ് വരെ ഉള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ പറ്റും. മറ്റ് ഏജ് റിലാക്സേഷൻസ് ഒന്നും ഇല്ല. ഡിഫറൻഷ്യലി ഏബിൾഡ് കാൻഡിഡേറ്റ്സിനൊന്നും മറ്റ് ഏജ് റിലാക്സേഷൻ ഇല്ല എന്നുള്ള കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, അതുപോലെ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ പറയുന്നത് SSLC അതല്ലെങ്കിൽ SSLC, അതുപോലെ എന്ത് വേണം, നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് NDC അല്ലെങ്കിൽ ITI കംപ്ലീറ്റ് ആയിരിക്കണം എന്നുള്ള കാര്യമൊന്ന് ഓർക്കുക. അതുപോലെ SSLC, KGCE ഇൻ എഞ്ചിനീയറിംഗ്, സിവിലോ മെക്കാനിക്കലോ യോഗ്യതയുള്ള അല്ലെങ്കിൽ സിവിലോ മെക്കാനിക്കലോ ITI ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യം ഒന്ന് ഓർക്കുക. ലാസ്റ്റ് ടൈം ഈ ഒരു ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് തന്നെയായിരുന്നു വിളിച്ചിട്ടുള്ളത്. ആ സമയത്ത് നമുക്ക് എന്തായിരുന്നു, ഹയർ ആയിട്ടുള്ള ഇക്വലൻസി അല്ലെ ഹയർ ഒക്കെ വെച്ചിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പം ഹയർ ക്വാളിഫിക്കേഷൻ PSC പറഞ്ഞിരുന്നത് VHSC, അതുപോലെ ITI അല്ലെങ്കിൽ ITC, NAC, SCVT, പോളിടെക്നിക് ഡിപ്ലോമ സിവിൽ, അതുപോലെ മെക്കാനിക്കലും കാണും. അതുപോലെ BTech, BE, MTech, AMEI എഞ്ചിനീയറിംഗ് അതും പറ്റുമായിരുന്നു. അതുപോലെ NDC ഡ്രാഫ്റ്റ്മാൻ മെക്കാനിക്കൽ നിക്കലൻ്റ് ആയിട്ട്, ഓക്കെ, മെക്കാനിക്കൽ നിക്കലൻ്റ് ITI, NAC, പോളിടെക്നിക് ഡിപ്ലോമ, BTech പ്രൊഡക്ഷൻ, BTech മെക്കാനിക്കൽ എല്ലാം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ഒന്ന് ഓർക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ്. അപ്പോൾ ഒരു കാര്യം കൂടെ ഞാനൊന്ന് അനൗൺസ് ചെയ്യാം. നമ്മുടെ സിവിൽ എക്സാമിനേഷൻ, നിങ്ങൾ സിവിൽ യോഗ്യത ഉള്ളവർക്കാണെങ്കിൽ നമ്മുടെ സിവിൽ എക്സാമിനേഷൻസ് കുറേ വിളിച്ചിട്ടുണ്ട്. സിവിൽ PWD, ഇറിഗേഷൻ, ഹാർബർ പോലുള്ള എക്സാമിനേഷൻസിൻ്റെ ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു ഓഫ്ലൈൻ ബാച്ച് നമ്മൾ അടൂർ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഓഫ്ലൈൻ ബാച്ച് നിങ്ങൾക്ക് ഓഫ്ലൈൻ ക്ലാസ്സുകളായിട്ട് റെഗുലർ ബാച്ചും സൺഡേ ബാച്ചും ഒക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓഫ്ലൈൻ ക്ലാസ്സുകൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാം. അതുപോലെ ഈ ഒരു പർട്ടിക്കുലർ കോഴ്സ് ഇപ്പോൾ കേരള വാട്ടർ അതോറിറ്റിയുടെ ഓവർസിയർ ഗ്രേഡ് 3 ഓൺലൈൻ ക്ലാസ്സുകൾ നമുക്ക് അവൈലബിൾ ആണ്. നമ്മുടെ റെക്കോർഡ് ക്ലാസ്സുകളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പം ഈ ക്ലാസ്സുകൾ ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഈ ഒരു പർട്ടിക്കുലർ ക്ലാസ്സുകളും ഇവിടെ അവൈലബിൾ ആണെന്നുള്ള കാര്യം ഒന്ന് ഓർക്കുക. അപ്പോൾ ഈ ഒരു എക്സാമിന് വേണ്ടി യോഗ്യത ഉള്ളവർ ഉണ്ടെങ്കിൽ നിങ്ങൾ എത്രയും വേഗം അപ്ലൈ ചെയ്യുക. 4/6 മുന്നായിട്ട്, ജൂൺ 4 മുന്നായിട്ട് തന്നെ ഈ ഒരു എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്യുക. ഓക്കെ, എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.